നമ്മുടെ നാട്ടിൽ നിന്ന് എത്ര നിയമം വന്നിട്ടും എത്ര സംഭവാകാശങ്ങൾ ഉണ്ടായിട്ടും തുടച്ചു മാറ്റാൻ കഴിയാത്ത കുറേയേറെ കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് മതഭ്രാന്ത്, അന്ധവിശ്വാസം, അന്ധമായ രാഷ്ട്രീയ വിരോധം, തീവ്രവാദം. ഇങ്ങേയറ്റത്ത് ഇപ്പോൾ റാഗിങ്ങും. ഒരു കോളേജിലേക്ക് പഠിക്കാനെത്തുന്ന വിദ്യാർത്ഥിനിയോ സീനിയേഴ്സ് വിദ്യാർത്ഥിക്ക് തീരെ താല്പര്യമില്ലാതെ ഇഷ്ടക്കേടോടുകൂടി അവനെ ഉപദ്രവിക്കുക എന്നുള്ള കലാപരിപാടിക്ക് വിളിക്കുന്ന ഓമന പേരാണ് റാഗി. ഒന്ന് ആലോചിച്ച് നോക്കണം, ഈ റാഗി ചെയ്യുന്നവരൊക്കെ അവിടെ ആദ്യമായിട്ട് ആ കോളേജിൽ എത്തിയവരാണ്. അവരന്ന് അനുഭവിച്ച അതേ പീഡനം അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്ന പേരുകേട്ട കലാപരിപാടിക്കാണ് റാഗിങ് എന്ന് പറയുന്നത്. നിങ്ങൾ ഞാനുമൊക്കെ പഠിച്ചിരുന്നപ്പോൾ ഈ കലാപരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ളവരാവാം, അനുഭവിച്ചിട്ടുള്ളവരാവാം, റാഗ് ചെയ്തവരാവാം. പക്ഷേ കൂടുതൽ ആൾക്കാരും റാഗിങ് വെറും തമാശയാണ്. ഒന്നോ രണ്ടോ ദിവസം വെറുതെ ഒന്ന് വരട്ടുവാനും അവരെ ഒന്ന് വട്ടുകളിപ്പിക്കുവാനുള്ള ചെറിയ കലാപരിപാടിക്കകത്ത് മിക്ക റാഗിങ്ങും കഴിഞ്ഞു പോയിരുന്നു. റാഗിങ് കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം ഇവരൊന്നിച്ച് വലിയ സുഹൃത്തുക്കളായി മാറും. ഞാൻ ലോ കോളേജ് പഠന സമയത്ത് റാഗിങ് അനുഭവിച്ച ആളാണ്. ഞാൻ അങ്ങനെ റാഗൊന്നും ചെയ്തിട്ടില്ല, എനിക്ക് റാഗിയെ അറിയുകയില്ല. ഓടി വന്നാൽ രണ്ട് തെറി വിളിക്കും, ഒന്ന് വരട്ടും, എന്തെങ്കിലുമൊക്കെ പറയാൻ. അപ്പുറത്തേക്കൊന്നും ഞാൻ പോയിട്ടില്ല. എന്നെ റാഗി ചെയ്തവരും അതിനപ്പുറത്തേക്കൊന്നും പോയിട്ടില്ല. അത് റാഗിങ് ആയിട്ട് ഫീൽ ചെയ്തുമില്ല. ഒരു തമാശ, അതത്രേ ഉള്ളൂ. പക്ഷേ കാലം മാറിയിരിക്കുന്നു. ഇന്നത്തെ റാഗിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ കൊല്ലുവാനുള്ള മനോഭാവത്തോടു കൂടിയാണ്. ജീവിക്കുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഉദാഹരണങ്ങളൊക്കെ ഭയപ്പെടുത്തുന്നതാണ്. നിയമത്തെ ഭയമില്ലായ്മ പ്രധാനപ്പെട്ട കാര്യം. ഇത്തരം കാര്യങ്ങളിൽ പെട്ടുകഴിഞ്ഞാൽ സുഖമായിട്ട് ഊരിപ്പോകാമെന്നുള്ള തോന്നൽ രണ്ടാമത്തെ കാര്യം. എങ്ങനെയൊക്കെയായാലും ഇപ്പോൾ റാഗിങ് എന്ന കലാപരിപാടിയുടെ അർത്ഥം തന്നെ മാറിയിരിക്കുന്നു, കൊല്ലുക എന്നായി മാറിയിരിക്കുകയാണ്. പൂക്കോട് നമുക്കറിയാം, വയനാട് പൂക്കോട് ഒരു വിദ്യാർത്ഥിയെ അതിദാരുണമാവിധം റാഗി ചെയ്ത് കൊന്നുകളഞ്ഞു. നഷ്ടപ്പെട്ടു ആ കുടുംബത്തിന്. ഇപ്പോൾ ഹൈക്കോടതിയിൽ കേസ് കിടക്കുകയാണ് അവർക്ക് പഠനത്തെക്കുറിച്ചിട്ടും ജാമ്യതയെക്കുറിച്ചിട്ടുമൊക്കെ. കുറച്ചുകൾ കഴിയുമ്പോൾ നമ്മുടെ സിസ്റ്റവും നമ്മുടെ കോടതിയും ഒക്കെ ഇതൊക്കെ മറന്നു. പിന്നെ തെളിവുകൾക്ക് മാത്രമാവും ആധാരം. അവർ സുഖമായിട്ട് പഠിച്ചിറങ്ങും, വിദേശത്തേക്ക് ജോലിക്ക് പോകും. കോഴിക്കോട് ഒരു പെൺകുട്ടി വെള്ളമിറങ്ങാതെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. വെള്ളമിറങ്ങുന്നില്ല, അതായത് കക്കൂസിൽ ഒഴിക്കുന്ന മരുന്ന്, ആ ഒരു സൊല്യൂഷൻ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുത്ത് അവരുടെ ഉള്ളിലെ ആമാശയവും ചെറുകുടലും വൻകുടലും ഒക്കെ കേടായിട്ട് ഇപ്പോഴും ജീവിക്കുന്ന രക്തസാക്ഷിയായിട്ട് അവർ കഴിയുകയാണ്. അവരെ ഉപദ്രവിച്ച പ്രതികൾ വിദേശത്ത് നന്നായിട്ട് ജോലി ചെയ്യുന്നു, സമ്പാദിക്കുന്നു, കുടുംബമായിട്ട് ജീവിക്കുന്നു. ഈ പെൺകുട്ടിയുടെ കാര്യം ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുകയാണ്. അതിലേറ്റവും അവസാനത്തെ രക്തസാക്ഷിയാണ് ഇപ്പോൾ മരിച്ചിട്ടില്ലെങ്കിൽ കൂടിയും ആ ചെറുപ്പക്കാരൻ. എത്ര ധൈര്യമാണ്! കാരണം റാഗ് ചെയ്യുക, അതിന്റെ വീഡിയോസ് എടുത്ത് സോഷ്യൽ മീഡിയയിലേക്ക് ഇടുക, ഞങ്ങൾ ഇതൊക്കെ കാണിക്കും, അനുഭവിച്ചുകൊള്ളുക. ഇതിനെ റാഗിങ് എന്നല്ല വിളിക്കുന്നത്, സാഡിസത്തിന്റെ ഏറ്റവും അങ്ങേയറ്റമാണ്. അതും ആതുര ശുശ്രൂഷ രംഗത്തെ മാടപ്രാക്കളാവാൻ പഠിക്കുന്നവരാണ്, അഥവാ മെയിൽ നേഴ്സുമാരാണ് ഈ അഭ്യാസം കാണിച്ചതെന്ന് ഓർക്കുക. ഇവരൊക്കെ നാളെ പഠിച്ച് ജയിച്ച് നേഴ്സുമാരായി വന്നു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന രോഗികളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കുക. എത്ര ഭീകരമാണ്, എത്ര കൊടും ഭീകരമാണ്. ശരീരത്ത് വെച്ച് കോമ്പസ് വെച്ച് വരയ്ക്കുക, ശരീരത്തേക്ക് മറ്റ് ദ്രാവകങ്ങൾ ഒഴിക്കുക, ഫെവിക്കോൾ എന്ന് വെച്ചാൽ കട്ടിപ്പിടിച്ച സാധനം ഒട്ടിക്കുക, അയാളുടെ സ്വകാര്യ ഭാഗത്ത് ഡമ്പൽ കെട്ടിത്തൂക്കുക, ആ ഒച്ചി കരച്ചിൽ കണ്ട് ആസ്വദിക്കുക. ഇതിന് പിന്നിൽ സുപ്രധാനമായ ഒരു കാര്യം കൂടിയുണ്ട്. പണ്ട് ഹോസ്റ്റലുകളിലൊക്കെ മദ്യവും കഞ്ചാവ് പിടിയൊക്കെ ആയിരുന്നെങ്കിൽ ഇന്നതൊക്കെ മാറിയിരിക്കുന്നു. ഏറ്റവും വില കൂടിയ രാസലഹരികളിലേക്ക് നമ്മുടെ ഹോസ്റ്റലുകളും മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ആ ശിക്ഷ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? എല്ലാ പ്രാവശ്യം ചെയ്തതുപോലെ തന്നെ ഇവിടെ കേസെടുക്കുന്നു, സസ്പെൻഡ് ചെയ്യുന്നു, കുറച്ചുകാൽ കഴിഞ്ഞ് മുൻകാല പ്രാബല്യത്തിലുള്ളവരൊക്കെ തിരിച്ചു വരും എന്നുള്ളതാണ് സത്യം. ഇവിടെ എന്തായാലും നഴ്സിംഗ് കൗൺസിൽ ഒരു പടി കൂടെ മുന്നിട്ടെത്തിരിക്കുന്നു. അവരുടെ പഠിത്തം പൂർണ്ണമായും സ്റ്റോപ്പാക്കിയിരിക്കുന്നു. സ്വാഭാവികമായിട്ടും നാളെ ഇതൊക്കെ ഒന്ന് അടഞ്ഞു കഴിയുമ്പോൾ അവർ മനുഷ്യാവകാശവുമായിട്ട് നേരെ കോടതികളിലേക്ക് പോവുകയും, കോടതി എന്ന് പറയും, അവർ പഠിച്ചോട്ടെ എന്ന് പറയും. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും ഇക്കാര്യത്തിൽ? ഈ ഇടയ്ക്ക് ഒരു നിർദ്ദേശം ഞാൻ കണ്ടു, നല്ലൊരു നിർദ്ദേശമാണ് ഞാൻ കണ്ടത്. ഒരാൾ എഴുതിയിരിക്കുന്നത്, ആദ്യ വർഷം ഹോസ്റ്റലുകളിൽ പഠിക്കുവാനുള്ള അവസരം ആദ്യ വർഷക്കാർക്ക് മാത്രം കൊടുക്കുക. രണ്ടാമത്തെ വർഷം അവിടുത്തെ സീനിയേഴ്സ് അടുത്ത സ്ഥലത്തേക്ക് മാറിപ്പോകട്ടെ, വേറൊരു സ്ഥലത്തേക്ക് മാറിപ്പോകട്ടെ. ഹോസ്റ്റലുകളൊക്കെ ആദ്യ വർഷം പഠിക്കുന്നവർക്ക് മാത്രം മതി എന്നൊരു ചിന്താഗതി ഒരു നല്ല സജഷനാണെന്ന് എനിക്ക് തോന്നി. പക്ഷെ എത്രത്തോളം നടക്കുമെന്ന് എനിക്കറിയില്ല. അതല്ലെങ്കിൽ പിന്നെ ആദ്യ വർഷക്കാർക്ക് ഒരു ഹോസ്റ്റൽ, രണ്ടാം വർഷക്കാർക്ക് വേറൊരു ഹോസ്റ്റൽ, അങ്ങനെയും ചിന്തിക്കാവുന്നതാണ്. ചിന്തിച്ചേ പറ്റുകയുള്ളൂ. അത് കാരണം ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ ഇതൊക്കെ വേണ്ടി വരും. കാരണം ഇത് ഓരോ ദിവസം കഴിയുന്നവരും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഈ റെയറസ്റ്റ് ഓഫ് ദി റെയർ എന്ന് മാറിയിട്ട് വളരെ സാധാരണമായ ഒരു കാര്യമായി റാഗിങ്ങും
അതിനു പിന്നാലെ വരുന്ന കൊലപാതകങ്ങളൊക്കെ വളരെ സാധാരണമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യങ്ങളല്ല. തീർച്ചയായിട്ടും അതിനെതിരെ പ്രതികരിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. നിയമം അനുശാസിക്കുന്ന ശിക്ഷ പരമാവധി ഇത്തരത്തിലുള്ള പ്രതികൾക്ക്, അത്തരത്തിലുള്ള കുറ്റാരോപിതർക്ക് നൽകണം. അവരെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തണം. കാരണം ഇതൊരു പാഠമായി മാറണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമുക്ക് ആവശ്യം പരിഹാരങ്ങളാണ്, അല്ലാണ്ട് ഇത്തരത്തിലുള്ള അനുഭവക്കുറിപ്പുകൾ അല്ല.